സംസാരിക്കുന്ന ഒരാളാണ്. സലീം ഫൈസി ഇർഫാനി ഉസ്താദ് വരുന്നുണ്ട്. ഇർഫാനി ഉസ്താദ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്ദേഹങ്ങൾ ചോദിക്കാം. ഇൻഷാ അല്ലാ ആദരവോടുകൂടി ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി ഉസ്താദിനെ ആനുകാലിക വിഷയങ്ങൾ എന്താണെങ്കിലും ഉസ്താദ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്നു. മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇന്ന് വിഷയം അൽഹംദുലില്ലാഹ് സൗണ്ട് ക്ലിയർ ആണല്ലോ. അതെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ്, അമീർ സാഹിബ് ഇരിങ്ങല്ലൂര്, അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിന്മാർ, മറ്റു അഡ്മിന്മാർ, മറ്റു സുന്നത്തമായത്തിന്റെ പ്രവർത്തകർ, ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും ഈ സമസ്തയുടെ ആധികാരിക ശബ്ദമായ ക്ലാസ് റൂമിലൂടെ, സമസ്തയുടെ ജിഹയായ നമ്മുടെ ക്ലാസ് റൂമിലൂടെ നമ്മെ ശ്രദ്ധിക്കുന്ന മറ്റു സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് ഞാൻ ദുബായിലാണുള്ളത്. റോയൽ പാരീസ് ഹോട്ടലിലാണ്. ഫിറോനി മസ്ജിദിന്റെ പ്രഭാഷണം കഴിഞ്ഞ് റൂമിൽ വന്നെത്തിയതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിവിടെ ഈ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് കുറച്ച് തുറന്നപ്പോൾ തന്നെ കേൾക്കുന്നത് സക്കാഫിമാരുടെയും അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെയും കടന്നുകയറ്റത്തിനുള്ള അവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നമ്മുടെ ശബ്ദങ്ങളാണ്. ഈ അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. അഥവാ നമുക്ക് ആരെയും ധൈര്യപ്പെട്ട് നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ഒരാളും നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നില്ല. ഏത് പ്രസ്ഥാനവും എല്ലാവരും നമ്മുടെ മുമ്പിൽ തകർന്നടിയുകയാണ്. ആർക്കും നമ്മുടെ ആദർശം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. വായിട്ടടി അത് ആർക്കും ആരും നിർത്തൂല. എപ്പോഴും ഇങ്ങനെ വായിട്ടടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അത് മനുഷ്യന്മാരുടെ സ്വഭാവമല്ലേ. അതിപ്പോൾ ഇവിടെ ആരാ വായു കൂട്ടി വെച്ചിട്ടുള്ളത്? എല്ലാവരും ഇങ്ങനെ വായിട്ടടിക്കുന്നുണ്ട്. അതിപ്പോൾ മുജാഹിദ് ഒരുപാട് ഗ്രൂപ്പ് വന്ന് അവരെല്ലാവരും തമ്മിൽ തല്ലി അവരെല്ലാവരും വായിട്ടടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതടിച്ചോട്ടെ. പക്ഷെ ആദർശം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാ അർത്ഥത്തിലും ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ അർത്ഥത്തിലും നമ്മൾ വിജയിച്ച് വിജയ ശ്രീജാളിതരായി ഏതർത്ഥത്തിലും നിലകൊള്ളുകയാണ്. ആ സന്തോഷത്തിന്റെ നിറവിലാണ് സമസ്ത ആലപ്പുഴയിൽ 90-ാം വാർഷികം കൊണ്ടാടുന്നത്. അതോടുകൂടി കാന്തപുരത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിറച്ച് ദേശായി പോകും. ആ അർത്ഥത്തിൽ സമസ്തക്ക് ശരിക്കും 90-ാം വാർഷികം കഴിഞ്ഞ വർഷം SKSF പരിപാടി, അതിനു മുമ്പ് 85-ാം വാർഷികമൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്നിട്ടും ഈ ഒരു സമ്മേളനം വീണ്ടും ആര് പ്രചരിപ്പിക്കും, ആര് പ്രചരണം ഏറ്റെടുക്കുമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഓരോ മദ്രസകളിലും, അതുപോലെ SYS 60-ാം വാർഷികം, അങ്ങനെ കൊല്ലം പരിപാടിയായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ആര് നടത്തുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഓരോ മദ്രസകളും ശക്തമായ ഓരോ റേഞ്ചുകളും ഓരോ ഏരിയകളും. ഇപ്പോൾ ഗൾഫിൽ ഞാൻ വന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത്, ഇന്ന് ബുധനാഴ്ച, ഇന്നിന്റെ ഇടയിൽ എത്ര പരിപാടികളാണ്. സർവ്വ സ്ഥലത്തും സമസ്തന്റെ പ്രചരണമാണ്. സർവരും മഹാനായ ശംസുലുലമയെ, കണ്ണിയത്ത് ഉസ്താദിനെ, വരക്കൽ ഭാരതി, മുല്ലക്കോയത്തങ്ങൾ അവരൊക്കെ ഇങ്ങനെ അനുസ്മരിച്ചും അവരുടെ മധുഹകളും അവരുടെ പ്രകീർത്തനങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനർത്ഥം? ആ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. മഹാനായ ഇമാം മഹദിയുടെ കാലച്ചകൾ നമ്മളിങ്ങനെ കേൾക്കാൻ കാതോർത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ, അവിടുത്തെ കടന്നുവരവിന് ലോകമിങ്ങനെ കാതോർത്തു നിൽക്കുമ്പോൾ ഇമാം മഹദിയിലേക്ക് സമസ്തന്റെ പതാക കൈമാറണമേ എന്ന് വരക്കണമെന്ന് കോയത്തങ്ങൾ ദുആ ചെയ്ത ആ ദുആയിന് ഇതാ സാഹചര്യം കടമൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ദുആഇന്റെ ഇജാബത്ത് നമ്മൾ കാണാൻ പോവുകയാണ്. ആ അവസ്ഥയിൽ സമസ്ത എല്ലാറ്റിനെയും അതിജയിച്ചു വളരെ മനോഹരമായി മുന്നേറുകയാണ്. ആദർശം കൊണ്ട് സമസ്തയോട് വിയോജിച്ച എല്ലാ ആദർശ പ്രസ്ഥാനങ്ങളും തകർന്നടിഞ്ഞു. മുടിക്കാർക്ക് അഥവാ AP വിഭാഗത്തിന്റെ ആളുകൾക്ക് ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. അതിനെപ്പറ്റിയൊന്നും മറുപടി പറയാനോ പ്രതികരിക്കാനോ ഒന്നുമില്ല. മുടി കൊണ്ടുവന്ന ആളുകൾ തന്നെ പല തട്ടിലാണ്. മുജാഹിദ് പല തട്ടിലായതുപോലെ, ജിന്നു കൊണ്ട് മുജാഹിദുകൾ പല തട്ടിലായതുപോലെ, മുടി കൊണ്ടുവന്ന ആളുകൾ തന്നെ പല തട്ടിലാണ്. ജാലിയാൻവാലിനെ ഇറക്കുമതി ചെയ്യുകയാണ് ഒരു ടീം. വന്ന ജാലിയാൻവാലിനെ അങ്ങോട്ട് തിരിച്ചു വെക്കുന്നില്ല. ഇനി ഹസ്രജിനെ വേറെ ആൾ കൊണ്ടുവരായിരിക്കും. കുറച്ച് അതാ ഉണ്ടാവുക. ഹസ്രജിനെ വേറെ ടീം കൊണ്ടുവരും.
AP അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അവസ്ഥ ഇപ്പോൾ ചിലപ്പോൾ നാളെ ഉണ്ടായിക്കൂടായ്മയൊന്നുമില്ല. ഇങ്ങനെ ഈ രീതിയിൽ പിന്നെ പല അവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ സമസ്തയുടെ പഴയ ആദർശത്തിൽ മനോഹരമായി മുന്നേറുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളന പ്രചരണം 3 രീതിയിൽ നടക്കുകയാണ്. 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ജീലാനി, ബഹുമാനപ്പെട്ട സയ്യിദി ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആണ്ടനുസ്മരണ മാസമാണിത്. മാത്രമല്ല ശൈഖുനാ ശംസുലമന്റെ ആണ്ടുമാസമാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെയും ആണ്ടുമാസമാണ്. അതിനും പുറമെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രചരണം, ഇതെല്ലാം കൂടി ഒന്നിച്ച് വളരെ മനോഹരമായി ശരിക്കും സുന്നത്ത് ജമാഅത്തിന്റെ ശരിക്കുള്ള രൂപത്തോടുകൂടി, അതായത് ആണ്ടുകളും അനുസ്മരണങ്ങളും ജീലാനിയാണ്ടും കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് ഇതൊക്കെ നമ്മളെ പ്രവർത്തകരെ വെക്കേണ്ടതാണ്. അതിന്റെ കൂടെ സംസ്ഥാന പ്രചരണവും അൽഹംദുലില്ലാഹ് എല്ലാം ചേർന്ന് വരികയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ തസൗഫിന്റെ സൗന്ദര്യ ലോകത്തെ ഏറ്റവും ഉയർത്തി കാണിച്ച മഹാനായ ശൈഖ് ജീലാനി, ആ ശൈഖ് ജീലാനിയുടെ തരീഖത്ത് പരന്നു നിൽക്കുന്ന കേരളമണ്ണ്. അതുകൊണ്ടാണല്ലോ കേരള മണ്ണിൽ ഇങ്ങനെ മുഹീദ്ദീൻ മാലയൊക്കെ ഇങ്ങനെ പ്രചാരത്തിൽ വന്നത്. മുഹീദ്ദീൻ മാല എന്ന മാല മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആലയെ സംബന്ധിച്ച് ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയ ചെറിയൊരു കിതാബാണ്. പക്ഷെ അതിന് ഇത്ര പ്രചാരം കിട്ടാൻ കാരണം, കേരള മണ്ണിൽ മുഹീദ്ദീൻ മാലക്ക് എത്ര ബഹുമതിയും പേരും പ്രചാരവും ലഭിക്കാൻ കാരണം മുഹീദ്ദീൻ മാലന്റെ അനുഭാവികൾ അഥവാ ഖാദിരിയ തരീഖത്തിന്റെ അനുഭാവികൾ കേരളത്തിലേറെ ഉണ്ടായി എന്നതാണ്. ആ ഖാദിരിയ തരീഖത്തിന്റെ അനുഭാവികളായ കേരളത്തിൽ എല്ലാ പള്ളികളിലും അതിന്റെ റാത്തീബുകള്, അതിന്റെ ആണ്ടുകള്, അതിന്റെ മറ്റു പരിപാടികള്, അതിനെയാണ് വഹാബികൾ വിമർശിച്ചു വന്നത്. അതിനെ നേരിടാനും ആ തരീഖത്തിനെ സമർത്ഥിക്കാനും ഖുത്ബിയത്തിനും അതുപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖ് പിന്നെ എന്റെ പേരുള്ള റാത്തീബുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാൻ വേണ്ടി അതിനെ എതിർക്കുന്ന ആളുകൾ മുഹീദ്ദീൻ ശൈഖെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നാണ് വഹാബി വാദം തന്നെ. സർവ്വസ്ഥലത്തും സംവാദത്തിനൊക്കെ അവരെ വാദവിധത. അപ്പൊ ആ ശൈഖ് ജീലാനിയുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി പടപ്പോരാട്ടം നടത്തിയ മഹാനായ ശംസുലമന്റെ പ്രസ്ഥാനമായ സമസ്ത, ആ സമസ്തന്റെ പ്രസിഡന്റായിരുന്ന ശംസുലമന്റെ ഉസ്താദായിരുന്ന കണ്ണിയത്ത് ഉസ്താദ്, അവരൊക്കെ കൂടി ഈ റബീഉൽ ആഖിർ മാസത്തിൽ അനുസരിക്കപ്പെടുമ്പോൾ ആ സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് സമസ്തന്റെ പ്രചാരം ഒന്നിച്ചു നടക്കുകയാണ്. അതിന്റെ 90-ാം ആണ്ട് ഒന്നിച്ചു നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ സമസ്ത ആദർശം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആർക്കാണ് എന്താണ് ഇവിടെ ആരെന്തോ സംശയം ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആർക്കെങ്കിലും സംശയം ചോദിക്കാൻ എന്തെങ്കിലും ആദർശമായ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ റെഡിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുത്ബിയത്ത് എന്ന് പറയുന്നത്. ഖുത്ബിയത്ത് ഇന്ന് സമൂഹത്തിൽ ചുരുങ്ങി വരുന്നുണ്ട്. അതിന് കാരണം വഹാബികൾ പ്രചരിപ്പിക്കുന്നത് പോലെ വഹാബിസം വളർന്നത് കൊണ്ടല്ല, മറിച്ച് ആളുകളുടെ മടി. ഖുർആനോത്തിനൊക്കെ ജനങ്ങൾക്ക് മടിയാണല്ലോ. മുജാഹിദുകൾക്ക് ചോദിക്കാൻ ശരിയാണ്, യഥാർത്ഥ മുജാഹിദുകൾക്ക് തന്നെയാണ് ചോദിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം. മുജാഹിദുകൾ വരട്ടെ, എന്താണ് അവർക്ക് ചോദിക്കേണ്ടത്? മുജാഹിദ് വരുമ്പം ഏത് മുജാഹിദാണ്? ജിന്നാണോ ഇൻസാണോ? ജിന്നൂരിയാണോ കബൂരിയാണോ മടവൂരിയാണോ ഏതൂരിയാന്നാണ് പറയണത്. അത് നമുക്ക് മറുപടി പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ മോശപ്പെട്ടാണല്ല. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ മേൽ ചൊല്ലി വരുന്ന ഖുത്ബിയത്ത് എന്താ മുജാഹിദുകൾ വരാത്തത്? ഞാൻ ധൈര്യണ്ടെങ്കിൽ വരട്ടെ. മുജാഹിദുകൾ വരൂലാന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളവർ ഉണ്ടാക്കിയ ഖുത്ബിയത്ത്, ആ ഖുത്ബിയത്തിന്റെ ബൈത്തിൽ കാണാം, യാ ഖുത്ബ അഹ്ലി സമാ വൽഅർദി ഗൈസഹുമാ യാ ഫൈള വൽഅർദി ഗൗസഹുമാ യാ ഫൈള ഐനൈ വജൂദൈഹിം ബഗൈസഹുമാ യബ്നൽ ലലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്അ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുഹീദ്ദീൻ ശൈഖ് നിങ്ങളുടെ ആണ്ട് മാസമാണല്ലോ.
ഈ വരിയിൽ പറയുന്നുണ്ട് പോലും വഹാബികൾക്ക് എല്ലാവരുടെയും പ്രസംഗിക്കുകയും ക്ലിപ്പ് അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. വാട്സാപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് സംശയം ചോദിക്കുന്നതിൽ ബഹുഭൂരിഭാഗം ചോദിക്കുന്ന സംശയങ്ങൾ ഈ ബൈത്തിനെ സംബന്ധിച്ചാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളാണ് ഇവിടെ മഴ വർഷിപ്പിക്കുന്നത് എന്ന് ഈ ബൈത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നത് എന്താണ്? അഅൻതും അൻസൽതുമൂഹു അന്നഹുൽ മുൻസിലൂൻ. ഞാനാണോ ഖുർആനെ മഴയെ ഇറക്കുന്നത്, നിങ്ങളാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹു ആണെന്ന് ഖുർആൻ തന്നെ സ്ഥിരീകരിച്ചൊരു കാര്യത്തിനെതിരെയാണ്, അള്ളാഹു ആണ് മഴയിറക്കുന്നത് എന്ന് ഖുർആൻ സ്ഥിരീകരിച്ച ആദർശത്തിനെതിരാണ് പിന്നെ മുഹീദ്ദീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് മുഹീദ്ദീൻ കുത്തുബിയത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് പറയുന്നു. അത് തനിച്ച ശിർക്കാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇവർ വളച്ചൊടിക്കണം, ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ മുഹീദ്ദീൻ ശൈഖ് മഴ പെയ്യിപ്പിക്കുന്നു അതിൽ പറയുന്നേയില്ല, പച്ച നുണ പറയുകയാണ്. ഒരു കാര്യം പറയുമ്പോൾ ആ അർത്ഥം വെക്കുന്നത് സത്യമാണ്ടേ? എന്തായാലുള്ളത് യാ കുത്തുബ അഹ്ലി സമാ വല്ലർദി ഗൗസഹുമാ, ആകാശഭൂമികളുടെ അത്താണിയായ അവരുടെ സഹായമേ എന്ന് ശൈഖ് ജീലാനിയെ മദ്ഹ് ചെയ്ത് പ്രശംസിച്ച് വിളിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആകാശലോകത്തുള്ള മലായികത്തിനും ഭൂമി ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കും അവരുടെ എല്ലാവരുടെയും കുത്തുബാണ്. അവരുടെ ഇടയിലൊക്കെ കുത്തുബാണ്. അല്ലാഹു ഔലിയാക്കളിൽ കുത്തുബ് എന്ന പദവിയാണ്. ആ പദവി ആകാശനിവാസികൾക്കിടയിലുണ്ട്, ഭൂരിവാസികൾക്കിടയിലുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ സമുന്നതൻ എന്ന പദവിയുണ്ട്. ആ പദവി ഇല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? ശൈഖ് ജീലാനിയെ സംബന്ധിച്ച് 700-ൽ പരം പ്രശംസിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അത്ര പ്രശംസ ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്? ശൈഖ് ജീലാനി ഉമ്മത്തിൽ അദ്വിതീയനല്ലേ? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളായ ത്യാഗങ്ങൾ, അത്രയും വലിയ ത്യാഗങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മക്കത്ത് നിന്ന് ഊരായ സമസ്തയുടെ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ ത്യാഗം നമുക്കൊക്കെ അറിയാം. 40 കൊല്ലമാണ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ആരെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. സംസാരങ്ങളൊന്നും ഇല്ല എന്നുള്ളതിനാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളവർക്ക് 40 കൊല്ലമാണ് ഇശാ നിസ്കരിച്ച വുളു കൊണ്ട് സുബഹി നിസ്കരിച്ചത്. ഇശാ നിസ്കരിച്ച വുളു കൊണ്ട് സുബഹി നിസ്കരിക്കണം 40 കൊല്ലമായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും രാത്രികൾ ഉറങ്ങിയിട്ടില്ല എന്നർത്ഥം. മാത്രമല്ല ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ത്യാഗത്തിന്റെ ഇബാദത്തിന്റെ ശക്തി 25 ചുറ്റി നടന്നോവർ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി 25 കൊല്ലം ഭൂമി ഇങ്ങനെ ചുറ്റി നടന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ സുഹൃദിലായി ഭൂമിയെ തിരിച്ചുകൊണ്ട് ഇബാദത്തിലായി ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി 25 കൊല്ലം ചുറ്റി നടന്നിട്ടുണ്ട്. നന്നായി 90 കാലം മീറുന്നോവർ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതം വലിയ ദീർഘായുസ് ലഭിച്ച 90-ലേറെ വയസ്സ്, 91 വയസ്സോളം ജീവിച്ച ശൈഖ് ജീലാനി തങ്ങളവരുടെ ജീവിതത്തിലെ കഠിനത്യാഗം, ആ കഠിനത്യാഗത്തിന്റെ ഭാഗമായി ശൈഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ മഹത്വത്തിന്റെ ഭാഗമാണ് തന്നെപ്പറ്റി പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ആള് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലേ? എല്ലാ കോഴികളും കൂകുമ്പോഴും എന്റെ കോഴി ഖിയാമത്ത് നാൾ വരെ കൂകുമെന്ന് ശൈഖ് ജീലാനിയെ പറ്റി പറഞ്ഞത് എന്താ? കോഴി കൂകുക എന്ന് പറഞ്ഞാൽ തന്റെ മഹത്വങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്ന ആളുകൾ, വാഴ്ത്തപ്പെടുന്നവരെല്ലാവരും നിരച്ചു പോയാലും എന്നെപ്പറ്റി വാഴ്ത്തപ്പെടുമെന്ന് ശൈഖ് ജീലാനിക്ക് മുമ്പും പിമ്പും വന്ന ഒരുപാട് ആളുകൾ, അവർ എന്നും വാഴ്ത്തപ്പെടാത്തത്ര ഇന്ന് ശൈഖ് ജീലാനിയെ വാഴ്ത്തപ്പെടുകയാണ്. ശൈഖ് ജീലാനിന്റെ മഹത്വമാണ് വഹാബിയർ. ശൈഖ് ജീലാനി ശൈഖ് ജീലാനി എന്ന് വെച്ചാൽ ശിർക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി സ്ഥാപിക്കുകയാണ്, തങ്ങളുടെ മഹത്വം പറയുകയാണ്. അപ്പൊ കണ്ട വഹാബിയുടെ കാരണം കൊണ്ട് ശൈഖ് ജീലാനിനെ വാഴ്ത്തപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ വാഴ്ത്തപ്പെടുക എന്നുള്ളത് ശൈഖ് ജീലാനിന്റെ കറാമത്തുള്ള ഖിയാമത്ത് നാൾ വരെ എന്റെ കോഴി കൂകുമെന്ന് പറഞ്ഞതുപോലെ എന്റെ കോഴി ഖിയാമത്ത് നാൾ വരെ കൂകുമെന്ന് ശൈഖ് ജീലാനിയെ പറ്റി പറഞ്ഞത്, എന്റെ മഹത്വം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞത് അത് പ്രകടമായി കാണുകയാണ്.
ഇനിയും തീർന്നില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ ഒരു മദ്ഹബുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒരു വഹാബിയും കിതാബൊന്നും വായിട്ടില്ല. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ വാഴ്ത്തുന്ന മുഹീദ്ദീൻ മാലക്ക് കേരള മണ്ണിൽ ഇത്ര പ്രചാരം കിട്ടാൻ കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ തരീഖത്ത് കേരള മണ്ണ് അത്രയും സ്വീകാര്യമായി നിലനിർത്തി എന്നതും തങ്ങൾ തരീഖത്തേരോട് കേരളത്തിൽ ബഹുഭൂരിഭാഗം ഉള്ളത് എന്നുമാണ്. ആ തരീഖത്തിന്റെ ശാഖകൾ എല്ലാ ജനങ്ങളുടെ ഇടയിലും പല നാടുകളിലും നിലനിൽക്കുന്നുണ്ട്. അതാണല്ലോ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന റാത്തീബുകൾ. എല്ലാ പള്ളികളിലും 21 രാത്തീബുണ്ട്, പല രീതിയിലുള്ള റാത്തീബുകളൊക്കെ തരീഖത്തിന്റെ ഒരു ഭാഗമാണ്. പൊതുജനങ്ങൾക്ക് തരീഖത്തിലേക്ക് ചേരുന്നതിന്റെ ഒരു ഭാഗമാണത്. ആ തരീഖത്തിന്റെ ആമായ ദിക്റുകൾ, ഇജാസത്ത് നൽകപ്പെട്ട ആമായ ദിക്റുകൾ കുത്തുബിയത്തിലൊക്കെ നിലനിർത്തി വരുന്നത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടുമാസമായ റബീഉൽ ആഖിർ മാസം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പറ്റിയുള്ള വാഴ്ചലുകൾ എല്ലാ നാട്ടിലും നിലകൊള്ളുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ട് റബീഉൽ ആഖിർ അവസാനം വരെ പല രീതിയിൽ പല നാടുകളിലും കൊണ്ടുനടക്കുമ്പോൾ സമസ്തന്റെ പ്രവർത്തകരായ SKSFന്റെ എല്ലാ ശാഖകളിലും കണ്ണീത്ത് ഉസ്താദിന്റെയും ശംസുലുമന്റെയും ഷെയ്ഖ് ജീലാനിന്റെയും കറാമത്ത് അവരുടെ വാർഷികം ഒന്നായിട്ടേ കൊണ്ടാടുക. ഈ പ്രാവശ്യം നമുക്ക് സമസ്തയും കൂടി സംസ്ഥാന സമ്മേളനം കൂടി ചേർത്ത് പറയാൻ അവസരം ലഭിച്ചപ്പോൾ ശരിക്കും അത് പറയുകയാണ്. അവിടുത്തെ എതിർത്ത് വന്ന ആളുകൾ മുഴുവനും, ഉദാഹരണം വഹാബികളൊക്കെ ആദ്യകാലത്ത് ഷെയ്ഖ് ജീലാനി വിമർശിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. യാതൊന്നു കാണുവതു നാരായണ പ്രതിഭ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണ നമ. വഹദത്തുൽ വജൂദിന്റെ മേൽ ഉദ്ധൃത വരികൾ നിങ്ങൾ വായിച്ചുവല്ലോ. ഇതിൽ ഷെയ്ഖ് ആകൃഷ്ടനായി. ശ്രീ ശങ്കരാചാര്യരുടെ തത്വസംഹിതയാണിത്. ഇത് വഹദത്തുൽ വജൂദിന്റെ ഒരു ഭാഗമാണ്. ഇത് കൈവരിക്കണമെങ്കിൽ ഏകാഗ്രത വേണം. അതിന്റെ ഭാഗമാണ് ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്നൊക്കെ പറയുകയും പരാമർശിക്കുകയും എഴുതുകയും വിടുകയും ചെയ്ത ആ വഹാബികളാണ് ഇന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മഹത്വങ്ങളിൽ ഇങ്ങനെ മധുരിച്ച് പറയുന്നത്. എത്ര മഹത്വങ്ങളാണ് അവരിപ്പം പറയണത്. ഷെയ്ഖ് ജീലാനി വലിയ ഔലിയാണ്. ഷെയ്ഖ് ജീലാനിന്റെ ഫുതൂഹുർ റബ്ബാനി ദർസ് നടത്താൻ തയ്യാറുണ്ടോ, ഷെയ്ഖ് ജീലാനിയുടെ ഫതുഹുർ റബ്ബാനി ദർസ് നടത്താൻ തയ്യാറുണ്ടോ എന്നൊക്കെ വഹാബികൾ ഇങ്ങനെ കുതിരക്കച്ചവടം നടത്തുന്നുണ്ട് എല്ലാവരുടെയും. പല സ്ഥലത്തും വഹാബികൾ പ്രസംഗിച്ച ക്ലിപ്പിന്റെ കയ്യിലുണ്ട്. ഫതുഹുർ റബ്ബാനി ദർസ് നടത്താൻ തയ്യാറുണ്ടോ, ഫതുഹുർ റബ്ബാനി ദർസ് നടത്താൻ തയ്യാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വഹാബികൾ ഫതുഹുർ റബ്ബാനി കണ്ടിട്ടുണ്ടോ? ഫതുഹുർ റബ്ബാനി വഹാബികൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ധൈര്യമായി വരട്ടെ. ഏതെങ്കിലും കേരളത്തിലെ വഹാബികൾ തയ്യാറുണ്ടോ ഫതുഹുർ റബ്ബാനി വെച്ചുകൊണ്ട് സംവാദം നടത്താൻ? ഫതുഹുർ റബ്ബാനിയിൽ ആദർശങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഫതുഹുർ റബ്ബാനിയിൽ എന്താ പറയുന്നത്? ഫതുഹുർ റബ്ബാനിയിൽ പരാമർശിച്ചിട്ടുള്ളത് തസവുഫാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, അതിന്റെ എല്ലാ രൂപങ്ങളും, ഇസ്തിഗാസകൾ എല്ലാം ഫതുഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ട്. അതിന് പുറമെ ഫതുഹുർ റബ്ബാനിയിൽ തൗഹീദിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു മഖാമ്, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന ഒരു മഖാമ്, തൗഹീദിന്റെ ബഹറിൽ മുങ്ങിക്കുളിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു അവസ്ഥ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഫതുഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ട്. അതൊക്കെ വഹാബികളുടെ അടുത്ത് ഇങ്ങനെ നടക്കുക. ഇതിലെന്താ പറയണമെന്ന് അവർക്ക് തിരിയില്ല. وكيف تقول لا إله إلا الله وفي قلبك كم إله. നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക? നിന്റെ ഖൽബിൽ എത്ര ഇലാഹുണ്ട്?
എന്നൊക്കെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അത് മഖാമിൽ പോകുന്നതിനെ പറ്റിയോ സിയാറത്ത് പോകുന്നതിനെ പറ്റിയോ മഹാന്മാരെ തവസ്സുലാക്കുന്നതിനെ പറ്റിയോ ശൈഖുമാരെ സ്വീകരിക്കുന്നതിനെ പറ്റിയോ അല്ല, മറിച്ച് അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, ഹവനെ ഇലാഹാക്കിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹവക്ക് വഴിപ്പെട്ട വത്തബ ഹവാഹു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്താണ്, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാബീൻ. അവനെ പിൻപറ്റിയ ആളുകൾ, അവനെങ്ങനെ അവൻ ഹവ പറയുന്നതനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിലേക്ക് തിരിയാതെ അവനെ ഇങ്ങനെ ചിന്തിക്കുകയും അവനെ ഇങ്ങനെ വഴിപ്പെടുകയും അള്ളാഹുവിനെ വഴിപ്പെടാതെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ജനങ്ങളോട് ശൈഖ് ജീലാനി ചോദിക്കണം, അല്ലാഹ് മാത്രമേ വഴിപ്പെടപ്പെട്ടുകൂടൂ, അള്ളാഹു മാത്രമേ അംഗീകരിക്കപ്പെട്ടുകൂടൂ എന്ന കലിമത്ത് തൗഹീദ് നീ പറയുമ്പോൾ ഒഫീ ഖൽബികം ഇലാഹ്, നീ ആരെയാണ് പിൻപറ്റുന്നത്, നീ ആരെ വേക്കിലാണ് നടക്കുന്നത്, നീ ആരെയാണ് അനുസരിക്കുന്നത് എന്ന് തസവുഫിന്റെ ഭാഷ നിറഞ്ഞ ശൈഖ് ജീലാനിയുടെ അത് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതാ ശൈഖ് ജീലാനി മഹാന്മാരെ വിളിക്കുന്നതിനെതിരായി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മഹാന്മാരെ വിളിക്കുന്നതിനെ പറ്റിയോ തപസ്സിനെ പറ്റിയോ ഇസ്തിഗാസിനെ പറ്റിയോ നേരിൽ പറയണത് അത് ഫതുഹുർ റബ്ബാനി മുഴുവനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കും. ഫതുഹുർ റബ്ബാനി അപ്പുറം ഇപ്പുറമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മുഴുവനും സുന്നത്തമായത്തിന്റെ അഖീദയാണ് പറയണത്. അതുകൊണ്ട് സാധുക്കളായ മുജാഹിദുകളോട് പറയേണ്ടതാണ്. എന്താ പറയേണ്ടത്? ഫതുഹുർ റബ്ബാനി വെച്ച് ദർശനത്തോ എന്നൊന്നും നിങ്ങൾ ഒരിക്കലും പറയാൻ നിൽക്കേണ്ട, ആകെ വശലായി പോകും. എന്തുകൊണ്ട്? ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത് കമ്പിൽ സംവാദം നടത്തുന്നതിനിടയിൽ ഉച്ചയ്ക്ക് വിരിഞ്ഞപ്പോൾ CP സലീം എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ മുജാഹിദിന്റെ വലിയൊരു പ്രഭാഷകനുണ്ട്. ഞാൻ അവനെ ഉച്ചയ്ക്ക് കണ്ടപ്പോ എന്നോട് രോഗ്യം പറയാൻ വന്നവൻ. അപ്പൊ ഞാൻ പറഞ്ഞു, സലീമെ ഇനി മുതൽ ജീവിതത്തിൽ ഒരിക്കലും അത് പറയരുത്. ഏത് പറയരുത്? അവൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട്. ഫതുഹുൽ റബ്ബാനി ദർശനം നടത്താൻ തയ്യാറുണ്ടോ? എന്താ പള്ളി ദർസിൽ ഫതുഹുർ റബ്ബാനി ദർശനം നടത്താത്തത്? ഞാൻ അവനോട് പറഞ്ഞിടത്ത് മോനെ നീ ഏതിനെ മുതൽ പറയരുത്. കാരണം ഫതുഹുർ റബ്ബാനിയങ്ങാറ്റം ഒരു തവണ നീ മുത്താല ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് പറയില്ല. ഫതുഹുർ റബ്ബാനിന്റെ ഉള്ളെന്താന്ന് എനിക്കറിയില്ല. എന്നിട്ട് മാത്രമല്ല അദ്ദേഹത്തിന് അറബി ഭാഷയൊന്നും വായിക്കാൻ അറിയാത്ത സാധനം, പുസ്തകം നോക്കി കേവലം പുസ്തകം നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളാണ് CP സലീം. അങ്ങനെ എത്രയോ മുജാഹിദിന്റെ പ്രഭാഷകനുണ്ട്. പിന്നെ പ്ലീസ് വില്ലൻ MIC ചാടല്ല ആയിക്കോട്ടെ. അപ്പോ അങ്ങനെയുള്ള ആളുകളാണ് വഹാബികൾ. ആ വഹാബികൾ അവര് അതിന്റെ അവസാനം ചക്രശ്വാസം ഓക്കെ വഹാബികൾ അവസാനം അവർ ചക്രശ്വാസം വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ തീരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു പതിറ്റാണ്ട് വഹാബികൾക്ക് കേരള മണ്ണിൽ നിലനിൽപ്പുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ വഹാബികൾ അതിനു മുമ്പ് തന്നെ തകർന്നടി. അതാണ് നമ്മുടെ വിജയം. സമൂഹം മൊത്തം എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ UAE തന്നെ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് അബുദാബിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓക്സ്ഫോർഡിനുണ്ട് ഒരു ക്യാമ്പ് നടക്കാൻ പോവാണ്. UAE മുഴുവൻ ഫൈസിമാരെയും ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനമായ നെല്ലൂർ ഇബ്രാഹിം ഫൈസി അടക്കമുള്ള ഒരുപാട് ആളുകൾ സജീവമായി ഇപ്പോൾ അതിന്റെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഹീദ്ദീൻ മാലയാണ് വിഷയം. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മുഹീദ്ദീൻ മാലയെ സംബന്ധിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും വിശദീകരിക്കപ്പെട്ടു. അവിടെയൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുഹീദ്ദീൻ മാലയിൽ വല്ല സംശയമുണ്ടോ? ഒറ്റ ആളുകൾ വരുന്നില്ല. അതിന് ഈ അടുത്തിപ്പ മുജാഹിദുകൾ കണ്ടെത്തി വേറൊരു മാർഗം, റിഫായി മാലയിലെ അടുത്ത വരി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആ വരിയെടുത്ത് മുഹീദ്ദീൻ മാലയെ കൂട്ടിച്ചേർത്ത് നമ്മൾ വൈരുദ്ധ്യമുണ്ടെന്ന് പറയാം. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് റിഫായി മാലയും നമുക്ക് സജീവമായി ഈ വർഷം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 6-ാം തീയതി പെരിന്തൽമണ്ണയിൽ റിഫായി മാലയെ സംബന്ധിച്ചുള്ള വിശദമായ മുഖാമുഖം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 22-ാം തീയതി മണ്ണാർക്കാട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 27-ാം തീയതി ചെപ്പാരപ്പടവിൽ റിഫായി മാലയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ആർക്കും വന്ന് ചോദിക്കാവുന്ന രീതിയിൽ ഓപ്പൺ ഫോറമാണ്. അതായത് ആർക്കും ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ സൗഹൃദ സംവാദമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ മാലകൾ, നമ്മുടെ മൗലിദുകൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി അവരുടെ വിമർശനത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തമാവുകയാണ്. മാത്രമല്ല വഹാബികൾ അവര് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ നിന്ന് അവർ പിറകോട്ട് പോയി. ശൈഖ് ജീലാനി വലിയ മഹാനാണ് എന്ന് അവർ പോലും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെത്തിയതുപോലെ അതുപോലെ നമ്മുടെ മാലകളൊക്കെ ക്രമേണ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് അവരെല്ലാം വരും.
സജീവമായി ആ അവസ്ഥയിലേക്ക് വരും. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനവും പ്രബോധനവും ആ രീതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, എഴുത്തുകാർ, എല്ലാ സാഹചര്യം ഇപ്പം നമുക്ക് അനുകൂലമാണ്. എല്ലാം കൊണ്ട് നമ്മൾ വിജയിച്ച് അതിജയിച്ചു നിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളത്, ഉന്നത പഠനങ്ങൾ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നതും ദീനീ ഖിദ്മത്തുകൾ ചെയ്യുന്നതും പിന്നെ ഒക്കെ നമ്മൾ തന്നെയാണ്. വേറെ ആരും ഗൾഫിലൊക്കെ അവർക്ക് വലിയ സ്വാധീനമാണ്, അവർ പിടിപാടാണെന്നൊക്കെ പറയുന്നൊക്കെ പിന്നെ അതൊക്കെ പോയി. അവിടെ സൗദിയിൽ എവിടെയെങ്കിലും നാലെടുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വെച്ച് നിർത്തിയാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വെച്ച് നിർത്തിയാൽ എല്ലാ രംഗത്തും അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്ത് അതിജയിച്ചു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫതീഹ് ഉസ്താദൊക്കെ വളരെ ശരിയാണ്. അബൂദാബിയിലെ സുന്നി സെന്റർ ഇസ്ലാമിക് സെന്റർ ക്ലാസിനെ പറ്റിയൊക്കെ പറയാം. അതുപോലെ തന്നെ പ്രഭാഷകര് പണ്ട് കാലത്തൊക്കെ പേരോട് ഇങ്ങനെ വരുന്നിറങ്ങുമ്പോൾ നമുക്കൊക്കെ അത്ര ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന പ്രഭാഷകർക്ക് കുറവായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മാറി. ഇന്ന് പ്രഭാഷകർക്ക് തന്നെ ആള് കിട്ടണമെങ്കിൽ സമസ്തയിൽ കൂടണമെന്ന തിരിച്ചറിവിലേക്ക് അവര് പോലും എത്തി. ഒരു നല്ല പ്രഭാഷകന് അത് നല്ലോണം ആളെ കിട്ടണമെങ്കിൽ, ശ്രോതാവായി കിട്ടണമെങ്കിൽ സമസ്തയിലേക്ക് വരണം എന്ന അവസ്ഥയിലേക്ക് തിരിച്ചറിവിലേക്ക് അവരും എത്തിപ്പെട്ടു. അങ്ങനെ നല്ല നല്ല പ്രഭാഷകരെല്ലാം, നല്ല നല്ല എഴുത്തുകാരും, അതുപോലെ ചാനലുകൾ, നല്ല പത്രം, അങ്ങനെ സർവ്വം കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയം വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിച്ചതാണ്. ലിയുബ്ശിറഹു വലദ്ദീനി കുല്ലി, സർവത്തിനേക്കാളും പരിശുദ്ധ ഇസ്ലാം വിജയിച്ചു നിൽക്കുമെന്നും ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു വരുന്ന കാലഘട്ടം നമ്മുടെ ഏറ്റവും ഉന്നതരായിരിക്കും, എല്ലാവരെയും ജയിച്ചടക്കുമെന്നും ഒക്കെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് സമസ്ത വന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത എത്തി പൂർണ്ണമായി നിൽക്കുകയാണ്. എതിരാളികൾക്കൊന്നും ഇല്ലാതായി പോവുകയാണ്. ആരും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ആയി വരികയാണ്. എന്താണതിന് കാരണം? നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ അവർ ചെയ്ത ത്യാഗമാണത്, അവർ ഇഖ്ലാസാണത്. ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ എത്ര ഇഖ്ലാസോടെയാണോ അത് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് ഉയരുമെന്നാണ്. അതിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ കഅബാലയം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം നിർമ്മിച്ചതാണ് കഅബ എന്ന് പറയുന്ന പള്ളി. അല്ലാഹുവിനെ നമസ്കരിക്കാനുള്ളൊരു പള്ളിയാണത്. അവിടെ ലോകത്തൊരുപാട് പള്ളികൾ, പലരും വലിയ വലിയ പൈസകളൊക്കെ ചെലവാക്കി അധ്വാനിച്ച് പലരും കഷ്ടപ്പെട്ടുകൊണ്ട് പള്ളികളൊക്കെ എടുത്തിട്ടുണ്ട്. പള്ളിക്ക് വലിയ പൈസ, മുന്തിയ പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷങ്ങൾ വരുന്ന, സെന്റിന് വില വരുന്ന സ്ഥലങ്ങളൊക്കെ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു കേന്ദ്രമായി പരിശുദ്ധ കഅബാലയം ഉയർന്നതും എല്ലാ സമയത്തും ജനങ്ങൾ അവിടെ എത്തുന്നതും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും അവിടെ ആളുകൾ കടന്നു വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അവരുടെ കഠിന ത്യാഗം കൊണ്ട് കഅബാലയം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവരുടെ ആ കഅബ നിർമ്മാണ സമയത്ത് അവർക്കുണ്ടായിരുന്ന ഇഖ്ലാസ്, അതിശക്തമായ ഇഖ്ലാസ്, ആ ഇഖ്ലാസാണ് ഇതിന്റെ പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ ജനസാന്ദ്രതയും കഅബാലയത്തിന് ഇത്ര ജനാംഗീകാരം ലഭിച്ചതും കഅബാലയം ലോകത്ത് ഇത്ര വലിയ ഭവനമായി നിലകൊള്ളുകയും ചെയ്തത്. എങ്കിൽ അതുപോലെ സമസ്ത സ്ഥാപിച്ച നമ്മുടെ മഹാന്മാർ അവർ വലിയ ത്യാഗം ചെയ്തവരാണ്. അവർ ത്യാഗം ചെയ്യുന്ന സമയത്ത് അവരെ കൽബിലുണ്ടായിരുന്ന നിയ്യത്ത്, ഇഖ്ലാസ്, ആ ഇഖ്ലാസിന്റെ കടുപ്പമാണ് സമസ്ത നാൾക്ക് നാൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമസ്തയിൽ ഉൾപ്പുണ്ടാക്കി സമസ്തയെ എടുക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ അവരനുഭവിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാന്റെ വേദന നിറഞ്ഞ കാലഘട്ടത്തിന് അല്ലാഹു തആല വേദനിപ്പിച്ച ആളുകൾക്ക് കനത്ത മറുപടി, കനത്ത ശക്തമായ ശിക്ഷ കൊടുക്കുകയാണ്. അവരെ അനുഭവിച്ചേ മരിക്കുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ്, അരിമ്പ്ര ഉസ്താദ്, അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാർ അവരൊക്കെ വളരെ ഗൗരവപ്പെടുത്തിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളൊക്കെ അറിയിക്കുന്നത് പോലെ അതൊക്കെ അനുഭവിച്ചിട്ടേ അവരൊക്കെ ഈ ദുനിയാവിൽ കടന്നു പോവുള്ളൂ. എന്തുകൊണ്ട്? അവർ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധികൃതരായ ഉസ്താദുമാരെ
ശംസുലിയെ എതിർത്തിട്ട് അവർ വിശ്വസിപ്പിച്ചതാണ്. ശംസുലിന് യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. AP ഈ സർവ്വ ആളുകളും അത് അംഗീകരിച്ചതാണ്. പക്ഷെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ മഹാനായ ശംസുലിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചവർ അവരനുഭവിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഈ മുടിയും പൊടിയും ചട്ടിയും അതൊക്കെ നോക്കും. ഒരു മുടി കൊണ്ട് വഷളായൊരു മനുഷ്യന് പിന്നെ ആ പൊടി കൊണ്ടുവരാണ്ടിരിക്കണ്ടേ, ഞാൻ വഷളാവെന്ന് വിചാരിക്കണ്ടേ? അയാൾ പിന്നെയും കൊണ്ടുവന്നില്ല കൊടുത്തില്ലാണ്ട്. മാത്രമല്ല അതുകൊണ്ട് അവസാനിച്ചില്ല, പിന്നെയും ചട്ടി ഉണ്ടാകുന്നു. ഇത്ര നാണക്കേട് ഒരു മനുഷ്യൻ ആരെങ്കിലും നിൽക്കും ഇങ്ങനെ ഇല്ലേന്ന് എങ്ങനെ എഴുന്നേൽക്കാൻ പറ്റുമെന്ന് നോക്കാല്ലാതെ പിന്നെയും ചട്ടി ഉണ്ടാകുന്നു. അപ്പൊ എന്തായി? പൊന്മടനെ SYSന്റെ നേതൃസ്ഥാനത്ത് വരെ മാറ്റേണ്ടി വന്നു. അത് അവിടെ നിന്ന് അവസാനിക്കൂല, നീ അത് തീരൂല. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് അവസ്ഥകളിലേക്ക് അത് എത്തിപ്പെടും. അപ്പൊ ഏതായിരുന്നാലും അതൊക്കെ സമസ്തന്റെ കറാമത്താണ് എന്നോ മാത്രമല്ല, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ശംസുലിനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെപ്പറ്റി പറയാത്ത ദിവസങ്ങളില്ല, അവരെ ഓർമ്മിക്കാത്ത മലയാളികളില്ല, അവരെ പറയാത്ത മലയാളി മണ്ണിലെ സദസ്സുകളില്ല. മലയാളി എവിടെയുണ്ടോ അവിടെ സംസ്ഥയുണ്ട്, മലയാളി എവിടെയുണ്ടോ അവിടെ മദ്രസയുണ്ട്, മലയാളി എവിടെയുണ്ടോ അവിടെ കണ്ണീർ ഉസ്താദ് ശംസുലിനുണ്ട്. അവരെ പറയാതെ പ്രഭാഷണങ്ങൾ പോകുന്നില്ല. എന്തായാലും കാരണം സമസ്ത എന്ന സമസ്തയുടെ ബഹുമതിയാണ്. സമസ്തന്റെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് സമസ്ത പൂർണ്ണമായി എത്തുകയാണ്. മാത്രമല്ല എതിരാളികൾ പോലും, അതായത് മറ്റുള്ള പ്രസ്ഥാനക്കാർ പോലും സമസ്തനെ ഇപ്പം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇപ്പം നോക്കി നമ്മുടെ ക്ലാസ് റൂം പല ക്ലാസ് റൂമും തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ക്ലാസ് റൂം തുടങ്ങിയത്. ഇപ്പം അവരെന്തായി? അത് ക്ലാസ് റൂം ഗ്രൂപ്പായി, ചിന്ന ഭിന്നമായി, അത് പ്രശ്നങ്ങളായി. ഇപ്പം അവരെക്കാൾ എത്രയോ നമ്മൾ ക്ലാസ് റൂം മുമ്പന്തിയിലെത്തിക്കഴിഞ്ഞു, വളരെ മുമ്പന്തിയിലെത്തിക്കഴിഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ എവിടെ പോയാലും ഈ ക്ലാസ് റൂമിലുള്ള ലിങ്ക് വലിയ ലിങ്കാണ്. അൽഹംദുലില്ലാ, ഒന്നും പൂട്ടിയും വരുന്നത് ശരിയാണ്, പൂട്ടും. മാത്രമല്ല ചോദ്യക്കാരുണ്ടെങ്കിൽ മൈക്കിൽ വരണം, വന്നോളൂ. മുജാഹിദുകളൊക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ, മുടിക്കുട്ടികളുണ്ടെങ്കിൽ അവരും വന്നോളൂ, ഒരു പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. ഇനി അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് റൂം എവിടെ പോയാലും KCRന്റെ ബന്ധം, KCR ചർച്ചയാണ്, KCR വലിയൊരു ചർച്ചയാണ്, SKCR സോറി. ഇപ്പോൾ പിന്നെ നമ്മളെ സമ്മേളനങ്ങൾ മുഴുവനും SKCRലൂടെ നമ്മൾ വലിയൊരു ചാനൽ പോലെ, ലോകത്ത് വലിയ സമസ്തയിൽ തുടങ്ങിയ ഒരു ചാനൽ പോലെയാണ് KCRന്റെ റോള് നിർവഹിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതിൽ സമസ്തയോട് ആരും എത്തിയിട്ടില്ല. സമസ്തന്റെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ രംഗത്ത് നമ്മൾ അതിജയിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിജയിച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുലമയുടെ കൂടെ നിന്ന് പിന്നെ സമസ്തകളുടെ ജമീയത്തുലമയുടെ കൂടെ നിന്ന് അതിനുവേണ്ടി ഖാദിമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഉസ്താദ് പ്രത്യേകിച്ചും ഈ കേട്ട കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ചോദ്യമായിട്ട് തന്നെ ചോദിക്കുകയാണ് ഉസ്താദ് ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ബഹാവിയായിട്ടും AP ആയിട്ടൊക്കെ വന്ന ആളുകളിൽ ആരാണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ചോറ് തിന്നാത്ത ആളുകൾ? അതിന് കാത്തുകെട്ടിക്കിടന്ന ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മൗലൂദ് പാരായണം എന്നുള്ള നബിദിനത്തിന് വേണ്ടിയിട്ട് പോയി ചോറ് വാങ്ങാത്ത എത്ര ആളുകൾ ഈ വഹാബിസത്തിലും അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവരെന്താ ഇപ്പം ഇങ്ങനെ തള്ളി പറയുന്നതിന്റെ കാര്യം? ഈ ചോറ് തിന്നാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ? ഈ മൗലൂദ് അതുപോലെ തന്നെ ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി ചോറ് വാങ്ങിയ ആളുകളാണ്. പക്ഷെ ഇവരെ മക്കളുമാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഇവര് എന്തുകൊണ്ട് ഇങ്ങനെയായി മാറി എന്നുള്ളതാണ്. ഈ ചോറ് തിന്നാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ? എനിക്കതാ ചോദിക്കാനുള്ളത്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ
എന്താണ്? അല്ല, അതാണ് വില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ചോറ് തിന്നാത്ത മുഹീദ്ദീൻ ഷെയ്ഖിന്റെയും അതുപോലെ തന്നെ നബിദിനം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനമാക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ നബിദിനത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുകയും ചോറ് വാങ്ങിക്കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടോ? വീട്ടിലേക്ക് ചോറ് കൊണ്ടുപോകാത്ത? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരിപ്പൊ തിന്ന് വലുതായി വന്നപ്പം ആരെങ്കിലും കൊടുത്ത പുസ്തകം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മേടിച്ചു വായിക്കുന്ന രീതിക്ക് ഏതെങ്കിലും പുസ്തകം വായിച്ചു വരുന്ന രീതിക്ക് വന്ന് വായിച്ചാൽ കിതാബ് ഓതിയ കാര്യങ്ങളൊന്നും ആർക്കെത്ര കണ്ട് മനസ്സിലാകും? കിതാബ് ഓതുക തന്നെ വേണം. ഇപ്പൊ ഒരു റെക്കോർഡ് ഞാൻ കുറച്ചു മുമ്പേ കേട്ടായിരുന്നു. നെഹ്റു അറിയാതെ വത്തൂൽ മുഈൻ എടുക്കാൻ പോയ ആള് പിന്നെ എനിക്ക് സ്വകാര്യമായിട്ട് ചോദ്യം ചോദിക്കേണ്ട, അത് ശരിക്കും പറഞ്ഞ മറ്റ് എന്താ പറയുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിട്ടല്ല, ഏതെങ്കിലും ഒരു ഉസ്താദിനോടൊരു ചോദിക്കാനുള്ള ചോദ്യമാണ്. ഒരു അവയവദാനത്തെ കുറിച്ച് ചോദിക്കാനുള്ള ചോദ്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ജാഫറില്ല ഞാൻ കൈവക്കിയത്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്കത് പൊക്കണമെന്ന് തോന്നിയാണ്. 2 ദിവസം വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉസ്താദുമാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാ ഉസ്താദുമാരോടും പ്രാർത്ഥനയിൽ എന്നെയും പങ്കാണ്. അല്ല അത് ഓക്കെ, അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്കൊന്നും അവിടെ നിന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വകാര്യം, അതായത് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. എനിക്കെന്താണെങ്കിൽ അസ്സലാമു അലൈക്കും, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് DC ആയിട്ടുണ്ട്. പിന്നെ ജാഫർ വില്ലൻ സാഹിബ് വരി മൈക്കില്. പിന്നെ വഹാബികൾ തിന്നാത്തവർ അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അവിടെ നിസ്കരിക്കണ്ടല്ലോ. ഓക്കെ, ശരിയായിരിക്കും. പിന്നെ ഫിഖ് സംബന്ധമായ സംശയങ്ങൾ നൂർ ഫൈൽ ഉസ്താദിന്റെ ഐഡിയിലേക്ക് PM അടിച്ചിടുക. ഉസ്താദ് അവിടെ 24 hours ഐഡി ഉണ്ടാവും മിക്കവാറും. അപ്പോൾ അതൊക്കെ എത്ര നടന്നിട്ടുണ്ട്. ആ വിഷയം തന്നെ അവയവദാനം എന്നിട്ട് ക്ലാസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് പഴയത് നമ്മളെ സുന്നീകരിലൊക്കെ നോക്കിയാൽ കിട്ടും ചെയ്യും. അത് കേൾക്കണം. പിന്നെ ഉസ്താദ് ചോദിക്കാം. സലീം ഫൈസി ഇർഫാനി DC ആയിട്ടുണ്ട്. ഉസ്താദ് കൈ പൊക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നെറ്റ് ഇളകുക മറ്റു സംഭവിക്കുക ബൈലക്സ് അല്ലേ. അപ്പോൾ ഏതായാലും നല്ല സമയത്ത് ഉസ്താദ് ജാഫറുല്ല സാഹിബ് മൈക്ക് വരെ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദർശപരമായ ചോദ്യങ്ങളാണ് വരേണ്ടത്. മുജാഹിദേത് ചോദ്യം ചോദിച്ചാൽ ഉസ്താദ് ഇവിടെ ഇല്ല, നീ ചോദിച്ചിട്ട് കാര്യമില്ല. ഉസ്താദ് വന്നാൽ നമുക്ക് ചോദിക്കാം. ആദർശപരമായ സംശയങ്ങൾ, മാല മൗലൂദ് റാത്തീബ് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ചോദിക്കണം. മറ്റേതിപ്പോ മുജാഹിദേത് ചോറ് എത്ര ഓലത്ര നമ്മളൊന്നും ഉണ്ടാവില്ല, അത് വേറെ വിഷയം. ഒരിപ്പോഴും പിന്നെ പുറത്തു കൂടി പോയി ആദ്യം ഇടക്കരണ്ട ഒരു അദ്വാക്കം മുജാഹിദന്നെ പൂർത്തിക്ക നേർച്ചയിൽ ആദ്യത്തെ പുതിയ മൂപ്പരക്ക വേണ്ടി മൂപ്പരാളെ പറഞ്ഞേക്കല. അത് തിന്നാൻ പറ്റും ഉള്ള കാര്യം. പേരോടുകൂടി പറഞ്ഞു, പേരോടല്ല നെയ്മോടുകൂടി സനതോടുകൂടിയാണ് പറയുന്നത്. അപ്പോ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നേർച്ച ചോറ് വന്ന് കഴിക്കുന്ന ആൾക്കാർ. ഞാൻ ഒരു ദിവസം മമ്പർ നേർച്ചയ്ക്ക് പോയപ്പോണ്ട് ക്യൂ നിൽക്കുമ്പോ ഇങ്ങനെ മമ്പർ നേർച്ച കിലോമീറ്റർ നിൽക്കും. രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോഴും ചോറ് കിട്ടൂല. അത്ര നേരം പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നപ്പോണ്ട് ഇങ്ങനെ ഈ ലൈനിങ്ങനെ തിരിഞ്ഞിങ്ങനെ വരും. അവിയൊക്കെ പട്ടോട്ടിന് പോയിട്ട് ഇങ്ങനെ അപ്പോണ്ട് ഓപ്പോസിറ്റില് അങ്ങേപ്പുറത്തെ ക്യൂ മുജാഹിദാരമായി. എന്നെക്കാട്ടി മേലെ മുന്നിലാണ്. യു അടിച്ചാണ് ഇങ്ങനെ യൂട്ടൺ അടിച്ചു വന്നാണ്ട് മേലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആക്ഷൻ കേട്ട എന്താ വെച്ചു, നാട്ടില് മുണ്ടരുത് കാരണം. ആയിക്കോട്ടെ, അന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞോളൂ, പക്ഷെ ആളെപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ അൽഹംദുലില്ലാ അനുഭവമാണ് പറഞ്ഞിട്ട് കളവല്ല, ഒമ്പരനാശന്റെ പേരിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. സലീം ഫൈസ് DC ആയി എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ എട്ടിക്കരിയും പോയില്ല. എട്ടിക്കരിയും ഇതിന് ഉറക്കരുതായിരുന്നു. എന്താ മുജാഹിദർക്ക് ഉറക്ക് തോന്നണ്ട. ഇപ്പൊ സലീം ഫൈസിന്റെ ക്ലാസ് കഴിഞ്ഞ് വന്ന് രാവിലെ ക്ലാസ്, ഉച്ചക്ക് കഴിഞ്ഞ് അസർക്ക് ക്ലാസ്, മഗ്‌രിബിക്ക് ക്ലാസ്, പേഷാക്കേഷൻ ദുബായിൽ നേരത്തെ ഇവിടെ മൈക്ക് പറഞ്ഞിരുന്നു. ആ സ്ഥലത്തെ ക്ലാസ്സും കഴിഞ്ഞ് സുബഹിക്ക് അടുത്ത പേര് ഉണ്ടാവും. ഉസ്താദിനെ ക്ഷീണുണ്ട് നമുക്ക് കേട്ടാറ് സൗണ്ട് സംസാരമൊക്കെ. എന്നിട്ടും ക്ലാസ് റൂമിൽ ഒന്ന് സംസാരിച്ചു. പക്ഷെ ഇപ്പൊ ഏട്ടിക്കരിയോട് ഇറങ്ങി മൈക്ക് കഴിച്ച് ഉറങ്ങാനായിരുന്നു. ഇവരെ പരിപാടിയാണല്ലോ, ഉറങ്ങാനായി. അതിനെക്കാട്ടും മറ്റേ ഇസ്ലാഹി വെല്ലായി ഞാൻ ആലോചിച്ചപ്പോഴും ചിരിച്ചലുണ്ട്. ഇസ്ലാഹി വെല്ലുവിളിച്ച് കണ്ട നമ്മളെ സംവാദ വ്യവസ്ഥ നടന്നത് മാലമൗലൂദ് വിഷയത്തില്. എന്നിട്ട് അയാൾ 15-40 പോയി കിടന്നുറങ്ങി. ഇയാൾ DC ആയിട്ട് കണ്ടു. സ്വാഭാവികമായിട്ട് ബൈലക്സ് DC ആയിക്കാൻ വിചാരിച്ചു. കാരണം 1 മണിക്ക് ശേഷം നമ്മളെ വ്യവസ്ഥ നടക്കുന്നത് കഴിയുന്നത്. അപ്പൊ അയാള്
ഈ വ്യത്യാസം ചോദിച്ചപ്പോ എനിക്ക് ഉറക്കം വന്നു. PM അടിച്ചാണ് ഇവിടെ PM ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ഉറക്കം വന്നുകൊണ്ട് ഞാൻ പോയിന്ന് വെല്ലുവിളിച്ച ആള് കമ്മിറ്റിക്കാരെ മുന്നേറുന്ന മാതിരിയാ. അപ്പൊ ഇതൊക്കെ ഇവർക്ക് തന്നെ ഒരു ആശയത്തിൽ ഉറപ്പില്ല. പിന്നെന്താണ്, ആമാശയം കുറച്ച് ക്ലിയർ ഉണ്ടാവും, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവും, പൈസ, പിന്നെ മറ്റുള്ള വകുപ്പുകൾ, കിളികൾ ഒക്കെ ഉണ്ടാവും. ആ മെച്ചങ്ങൾ മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അപ്പൊ ആൾക്കാർ തൽക്കാലം കുടുങ്ങിപ്പോവും. ഈമാനുണ്ടോ അങ്ങോട്ട് തൂങ്ങൂല, അതല്ല ഈമാൻ ലൈഫായോ അപ്പൊ അങ്ങോട്ടൊക്കെ പൈസ കിട്ടാൻ നമുക്ക് അങ്ങനെ ആയിക്കൂടെ, എങ്ങനെ ആക്കിക്കൂടെ, സുബി നിസ്കരിച്ചുമ്പോ വാലറ്റ് കൂട്ടത്തിൽ നമുക്ക് കുനൂത്ത് മനസ്സിലാവാതാലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പൈസക്കും വേണ്ടിയിട്ടും മറന്ന ആൾക്കാരുണ്ട്, അനുഭവത്തിലുണ്ട്. വയസ്സാകുമ്പോൾ നന്നാവും ചെയ്യാലെന്ന് പറയും. ഇപ്പൊ തന്നെ നാളിപ്പോ ഒരു മൂല്യരാന്ന് കണ്ടു പോയ ആള് ഇപ്പൊ അയാൾക്ക് ശൂന്യമാവണം. അങ്ങനത്തെ പിന്നെ പല മൂല്യന്മാരെ വേഷത്തിൽ കൊണ്ടുവരും. വേഷത്തിലല്ല മൂല്യന്മാരുടെ യഥാർത്ഥത്തിൽ അവരെ എന്തെങ്കിലും നേരത്തെ സമാധാനി പറഞ്ഞ അസുഖമുള്ള ആൾക്കാരുണ്ടാവും. സക്കാത്ത് ഉണ്ടാവും, പൈസ ഉണ്ടാവും, ദാരിദ്ര്യമൊക്കെ ഉണ്ട്, ബിരുദമൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ ഇവരൊക്കെ പിന്നാമ്പുറത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അസുഖം വേറാണ്. അപ്പൊ അങ്ങനെ പുറത്താക്കിയ ആൾക്കാരാണ്. ഈ ഉമ്മർ പൈസ ആ പൈസ ഉണ്ടല്ലോ, അയാള് ചികിത്സ എന്നല്ല വലിയ ചികിത്സ നടത്തി ബദർബൈത്തൊക്കെ നല്ലോണം വീടുകളിലും മറ്റൊക്കെ നടത്തി നല്ലോണം പൈസ ഉണ്ടാക്കിയ ആളാ. ഒറ്റടിക്കുന്നു. അപ്പോ ഈ ഫൈസൽ മൗലവിന്റെ കഥ, അയാളെ കഥയൊക്കെ പറയാതിരിക്കല്ലത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ അനസ് മൗലവിനോട് ചോദിച്ചാൽ മതി ഫൈസൽ മൗലവി ആരാന്നുള്ളത്. അപ്പൊ അള്ളാഹു തആല നമുക്ക് ഓരോ ദൃഷ്ടാന്തങ്ങൾ തെളിയിച്ചു തരണം. അപ്പോ സമയം 12:05 ഏതായാലും ബഹുമാനപ്പെട്ട സലീം ഫൈസൽ ഉസ്മാനി ഉസ്താദ് വന്നതിൽ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ഉസ്താദിന്റെ അബ്ദുള്ള കുട്ടി ബാക്കവിന്റെ അയൽവാസിയാണല്ലോ നമ്മളെ. ഇയാള് ചെറുപ്പം മുതലേ പല ഇതും കേട്ടിട്ടുണ്ട്, ബാക്കവിക്കൊക്കെ അറിയാലോ ഇയാൾ എങ്ങനെ പോയതെന്നുള്ളതും മറ്റൊക്കെ. പിന്നെ നമുക്ക് അദ്ദാദുലാത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ജാഫർ സാഹിബ് മൈക്കിൽ അവസാനിപ്പിക്കണം. ഫൈസൽ പുതുപ്പറമ്പാണല്ലോ. പുതുപ്പറമ്പിലൊരു മനുഷ്യർക്ക് സപ്പോർട്ട് ഇല്ല, സ്വന്തം പെരക്കാർ വരെ അമ്മയും ബാപ്പും വരെ സപ്പോർട്ടില്ല അല്ലേ. മൂപ്പരെ ജ്യേഷ്ഠുണ്ട് നമ്മളെ മജീദ് ഉദവി ഉസ്താദ്, ഖത്തറില് അൽ ജസീറില് ഒക്കെ ഒഴിവാക്കി. അതെ, എല്ലാരും ഒഴിവാക്കി. കാരണം ഇതിപ്പുറത്ത് പൈസയും കിട്ടും, പിന്നെ വേണ്ടതൊക്കെ കിട്ടും. മുജാഹിദുകാരുടെ ഗുണതാണല്ലോ, അതുണ്ടാവും. ഇപ്പൊ ഇനി ചോദ്യം ചോദിച്ചിട്ട് SKS ഷെരീഫ് സാഹിബേ, ഇപ്പൊ ഇനി ചോദ്യം ചോദിച്ചിട്ട് മറുപടി ഒരാളില്ല. ജാഫർ വില്യം സാഹിബാണ് നിസ്കരിക്കുന്ന അടുത്തുള്ള ആള്. ഇനി ശരി റൂട്ട് കഴിഞ്ഞാന്ന് കണ്ട് മൂപ്പർക്കും മൈക്കെടുക്കാൻ വയ്യ. പിന്നെ അബൂജുമാനസ്താഖുണ്ട്. അബൂജുമാനസ്താഖ് കേൾക്കണ്ട നിങ്ങൾ മൈക്കരാ ഒറ്റ എന്താണെങ്കിൽ ചോദിക്കാനുള്ളത്. ഇവിടെ ക്ലാസ് റൂമിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമലൈക്കും. SKSന്റെ എല്ലാ ആളുകളോടും ചോദിക്കുകയാണ്, ആലപ്പുഴയിൽ ഇപ്പം നടക്കാൻ പോകുന്ന സമ്മേളനത്തിലേക്ക്, അത് ഞാൻ ചുരുക്കിയാണ് കാരണം അദ്ദേഹത്തിന്റെ സമയമായതുകൊണ്ട് ചോദിക്കുകയാണ്, 10 ലക്ഷം ആളുകളാണ് വരാൻ പോകുന്നത്. ഇതിനെ എങ്ങനെയാണ് സേഫാക്കുക എന്നുള്ളതാണ് എനിക്കുള്ളൊരു ചോദ്യം. അമീർ സാഹിബ് കേൾക്കുന്നുണ്ടോ? 10 ലക്ഷത്തോളം ആളുകളാണ് ആലപ്പുഴയിലേക്ക് ഇപ്പം ഒഴുകിയെത്താൻ പോകുന്നത്. ഇതെങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അൽഹംദുലില്ലാ സൗദിയിലൊക്കെ SKSF ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് ചോദ്യം. കാരണം എന്താണെന്നറിയോ, സായിദൊക്കെ എന്നോട് ചോദിച്ചതാണ് 10 ലക്ഷം ആളുകളാണ് വരുന്നത്, എങ്ങനെയൊക്കെ ഇത് കൈകാര്യം ചെയ്യാം. അപ്പൊ പറഞ്ഞ് SKSFന്റെ ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാനുണ്ട്. ഇത് ചോദിക്കണമെന്നൊരു ആവശ്യമാണ്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്ന് ഷെരീഫ് സാഹിബ് എന്നെക്കാട്ടും പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ആ ഭാഗത്തിലാണ്. പക്ഷെ ആ ചോദിച്ചതിന് ചെറിയ തെറ്റുണ്ട്. 10 ലക്ഷമല്ല, 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ആളുകൾ പങ്കെടുക്കും. അൽഹംദുലില്ലാ. അത് വേങ്ങര കുരിയാട് 85ാം വാർഷികം 2012 ഫെബ്രുവരി 13, 11, 12, 13, 14 തീയതികളിൽ ഇതുപോലെ സമ്മേളനം നടന്നു. അതുപോലെ SYSന്റെ 60ാം വാർഷികം 2014, 14, 15, 16 തീയതികൾ നടന്നു. അതുപോലെ SKSFന്റെ സമർഗന്ധ സമ്മേളനം കഴിഞ്ഞ വർഷം 2015 ഫെബ്രുവരി
17, 19 മുതൽ 22 വരെ നടന്നു. ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തും. ആലപ്പുഴയിൽ കോഴിക്കോട് ബീച്ചിനേക്കാൾ 6 ഇരട്ടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന വിശാലമായ കടപ്പുറത്ത് വെച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തിൽ ഇന്ന് ഏകദേശം ബസ്സുകളൊന്നും കിട്ടാനില്ല. അൽഹംദുലില്ലാ. അപ്പോ എന്തായാലും 25 ലക്ഷത്തിൽ അധികം വരുന്ന ആളുകൾ അവിടെ റബ്ബിന്റെ തൗഫീഖോട് കൂടി, പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ സമ്മേളനത്തിന് വരും. നമ്മൾ കാണാൻ കഴിയൂല, അവര് നിയന്ത്രണം ഉണ്ടായിരിക്കും, അതിൽ സംശയമില്ല. പിന്നെ അപ്പോൾ ഒരു പ്രശ്നങ്ങളും ആര് പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, അത് സേഫായിട്ട് അവസാനിക്കും. അൽഹംദുലില്ലാ, റബ്ബിന്റെ തൗഫീഖോട് കൂടി എല്ലാവരും അത് വിജയിക്കുവാനും നന്നാവാനൊക്കെ പ്രത്യേകം ദുആ ചെയ്യുക. പ്രശ്നം ഉണ്ടാക്കാൻ ആര് വന്നിട്ടും കാര്യമില്ല. ആലപ്പുഴയെ സംബന്ധിച്ച് ജനങ്ങൾ അവിടുത്തെ ഓരോ വീട്ടുകാരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ മിഞ്ഞാന്ന് 1-ാം തീയതി പതാക ദിനമായിരുന്നു. നമ്മളൊക്കെ പതാക ദിനം നമ്മളെ സ്ഥാപനങ്ങളിലും മദർസകളിലൊക്കെ പതാക ഉയർത്തി. ആലപ്പുഴക്കാര് ഓരോ വീട്ടിലും പതാക ഉയർത്തിക്കൊണ്ടാണ് സമസ്തയോട് സഹകരിച്ചത് എന്ന സന്തോഷ വാർത്തയും കൂടി കൂട്ടത്തിൽ അറിയിക്കുന്നു.